കടുവ, ജനഗണമന, ഗോൾഡ് തുടങ്ങിയ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജ് നോട്ടീസ് നൽകിയത്. 2022 പുറത്തിറങ്ങിയ ഈ സിനിമകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് നടപടി. ഈ ചിത്രങ്ങളിൽ അഭിനേതാവെന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ലെന്നാണ് വിവരം. എന്നാൽ പാതി നിർമ്മാതാവെന്ന നിലയിൽ 40 കോടിയോളം രൂപ വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. നികുതി ഇളവിന് വേണ്ടി ശ്രമിച്ചുവെന്നും പ്രതിഫലം സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത ആവശ്യമാണെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു. ഏപ്രിൽ 29-നകം മറുപടി വേണമെന്നാണ് ആവശ്യം. നേരിട്ടോ അല്ലാതെയോ കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് കേന്ദ്ര ഏജൻസി വ്യക്തമാക്കുന്നത്. എമ്പുരാൻ എഫക്റ്റ് അല്ല, കേസിലെ സ്വാഭാവിക നടപടികളുടെ ഭാഗമായാണ് പൃഥ്വിരാജിനുള്ള നോട്ടീസ് എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ ഈ വിവാദമൊക്കെ ഉണ്ടായി 2 ദിവസങ്ങൾക്ക് ശേഷമാണ് രാത്രി കൊച്ചി ഓഫീസിൽ നിന്നും നോട്ടീസ് പോയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പഴയ കേസുകളാണെങ്കിലും അതിലെ തുടർ നടപടികൾ നിലവിലെ എമ്പുരാൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ചർച്ചയാവുകയാണ്. ഗോകുലം ഗോപാലിനെതിരെ ED നടപടി കടുപ്പിച്ചതിനു പിന്നാലെയാണ് എമ്പുരാന്റെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജിനുമേൽ ആദായ നികുതി വകുപ്പ് റഡാർ ശക്തമാക്കുന്നത്. വ്യക്തി എന്ന നിലയിൽ വാങ്ങുന്ന പ്രതിഫലത്തിന് നികുതി കൂടുതലാണ്. എന്നാൽ സഹനിർമ്മാതാവെന്ന നിലയിൽ കിട്ടുന്ന പ്രതിഫലത്തിന് കുറച്ച് നികുതി അടച്ചാൽ മതി. മുൻപ് പൃഥ്വിരാജ്, ലിസ്റ്റൻ സ്റ്റീഫൻ, ആന്റണി പെരുമ്പാവൂർ എന്നിവരുടെ ഓഫീസുകളിൽ IT റെയ്ഡ് നടത്തിയിരുന്നു. മകൻ തെറ്റുകാരനല്ലെന്നും കേസിനെ ഭയക്കുന്നില്ലെന്നും പൃഥ്വിയുടെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. IT നീക്കം നിഷ്കളങ്കമല്ലെന്ന വിലയിരുത്തലിലാണ് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെന്നാണ് സൂചന. യശ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.